ജോലികൾ ചെയ്യുന്നു. അതിനനുസരിച്ച് അവരുടെ ജോലിയിൽ അവർക്ക് വൈദഗ്ധ്യം വർദ്ധിക്കുന്നു. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ശമ്പള പരിഷ്കരണം നൽകുക എന്നത് സാധാരണ നടക്കുന്നതാണ്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ മാത്രമല്ല, കേരള സർക്കാരിൻ്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങൾ വളരെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഇതുപോലെ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ട്രേഡ് യൂണിയനുമായി കൂടിയാലോചന നടത്തുന്നുണ്ട്, കൂടിയാലോചനയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനിയും അമാന്തമുണ്ടാവരുത് എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് തൊഴിലാളികൾ ഈ സമരവുമായി വന്നത്. സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. താമസിയാതെ കൂടിയാലോചനകളിലൂടെ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കേണ്ടതായി വരുമെന്ന് ബന്ധപ്പെട്ടവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. അതിന് തൊഴിലാളികളെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല.